പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റബിയുൽ ആഖിർ മാസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇസ്ലാമിക ഹിജറി ക്യാലണ്ടറിലെ 4ാമത്തെ മാസമാണ് പരിശുദ്ധമായ റബിയുൽ ആഖിർ മാസം. ഒരുപാട് മഹാന്മാരൊക്കെ വഫാത്തായി പോയ മാസമാണ്. റബിയുൽ സാനി എന്നൊക്കെ ഈ മാസത്തിന് മഹാന്മാർ പേര് പറയാറുണ്ട്. വസന്തകാലം, അതുപോലെ തന്നെ മഴമാസങ്ങൾ, അവസാനത്തെ വിളവെടുപ്പ് എന്നൊക്കെ മഹാന്മാർ റബിയുൽ ആഖിർക്ക് അർത്ഥം കൊടുത്തത് കാണാം. അഷേഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഗൗസുൽ ആലം എന്ന അപരനാമത്തിലൂടെ അറിയപ്പെടുന്ന മഹാൻ വഫാത്തായ മാസമാണ്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രചരണ പ്രവർത്തന കാര്യങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഇശാഅത്തിന് ഒരുപാട് കാലം പ്രവർത്തിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് നേതൃത്വം നൽകി ഒരുപാട് സ്ഥലത്ത് ദർസ് നടത്തി, പ്രഭാഷണം നടത്തി ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമ, നൂറുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, അതുപോലെ തന്നെ സൂക്ഷ്മതയുടെ നിരകുടമായിരുന്ന അത്തിപ്പറ്റ ഉസ്താദിനെ പോലത്തെ മഹാന്മാരൊക്കെ വിടവാങ്ങിയ വഫാത്തായ മാസമാണ് റബിയുൽ ആഖിർ മാസം. അതുപോലെ നമ്മുടെ മർക്കസിന്റെ മുദരിസുമാരായിരുന്ന, നമ്മുടെയൊക്കെ ഉസ്താദുമാരായിരുന്ന, മശായിഖന്മാരായിരുന്ന ചെറിയ എ പി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ, പടനിലം ഹുസൈൻ മുസ്ലിയാർ, ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോലത്തെ വലിയ മല പോലത്തെ ആധികാരിക പണ്ഡിതന്മാരൊക്കെ വഫാത്തായ മാസമാണ് റബിയുൽ ആഖിർ മാസം. അവരുടെ എല്ലാം ഹദറാത്തുകളിലേക്ക് നാം ഈ മാസത്തിൽ അവരെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. അവരുടെ റൂട്ടിലായി അവരെ മാതൃകയാക്കി നാം ജീവിക്കാൻ നോക്കണം. അല്ലാഹു ആ മഹാന്മാരെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ മാസത്തെ ആദരിച്ച് അവർക്കൊക്കെ ഫാത്തിഹ ഓതി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.